Shadow la vie, I feel so Oi. Jogar na mesma mão. ഞാന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞിട്ടാ ഉമ്മച്ചിയുടെ നല്ല മുടി, ഉമ്മച്ചി സുന്ദരി, ഉമ്മച്ചിയുടെ സമാധാനിപ്പിക്കുക കാണട്ടാ. എന്താ പറയാ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇന്ന് കരഞ്ഞു പോയിട്ട് ഞാന് എന്താ പറയാ ഉമ്മാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാണ്. അപ്പൊ ഞാൻ കരഞ്ഞിട്ടോ. കരഞ്ഞപ്പ എന്റെ മോള് വന്നിട്ട് ഞാൻ തീരെ കരയാൻ സമ്മതിക്കൂല. ഞാൻ കരഞ്ഞാൽ അപ്പൊ വന്നിട്ട് ഉമ്മച്ചി കരയല്ലേ, ഉമ്മച്ചിയുടെ കണ്ണീന്ന് വെള്ളം വരുന്നേ, ഇങ്ങനെ സമാധാനിപ്പിക്കാൻ അത്രയോ എന്റെ മോളിനെ നന്നായി സമാധാനിപ്പിക്കും. എന്താ പറയാ, ഞാൻ കരയുന്നത് തീരെ അവൾക്ക് ഇഷ്ടമല്ല. എന്റെ രണ്ട് മക്കൾക്കൂട്ടായി, എന്റെ ആദമിനായാലും എന്റെ എൽനാക്കായാലും ഞാൻ കരയുന്നത് തീരെ ഇഷ്ടമല്ല. ഉമ്മാനെ ചീത്ത പറയെടുത്തിട്ട് ഞാൻ ഉമ്മ എന്തേലും പറഞ്ഞിട്ടാണ് ഞാൻ കരയെന്ന് വിചാരിച്ചിട്ട്. എന്റെ മോൻക്കും ഞാൻ കരയുന്നത് തീരെ ഇഷ്ടമാണ്. ഞാൻ കാരണം അപ്പൊ പറയും, അല്ലെ ഞാനൊന്ന് വിഷമിച്ചിരിക്കേ, അല്ലെ ഞാനൊന്ന് ഒരു 5 മിനിറ്റ് കെടുക്കണതൊന്ന് കൂടുതൽ ഞാൻ മാറി കിടന്ന് ഞാൻ ഒന്ന് നേരം കിട്ടുന്ന നേരത്ത്, അതായത് ഞാൻ ഉച്ചക്ക് നേരം കിടന്ന് ഉറങ്ങണ ആളല്ല. ആ സമയത്തൊക്കെ ഒന്ന് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മോൻ വന്നിട്ട് ചോദിക്കും, ഉമ്മച്ചി എന്തിനാ വിഷമിക്കണം, ഉമ്മച്ചി എന്തിനാ കാരണം, ഉമ്മച്ചിക്ക് എന്തേലും ടെൻഷനായിട്ടാണ് ഉമ്മച്ചിക്ക് എടുക്കണേ, ഉമ്മച്ചി എന്തിനാ ടെൻഷൻ എടുക്കണം നിൽക്കും. അതേപോലെ തന്നെ എന്റെ മോള് എന്താ പറയാ, കരയാന് കണ്ടെങ്കിൽ ഇങ്ങനെ ഇറ്റാ സമ്മതിക്കൂല. അപ്പത്തിനും വന്നിട്ട് പറയും കണ്ടു കഴിഞ്ഞാല്, ഉമ്മച്ചി എന്തിനാ കരയണ്, ഉമ്മച്ചിക്ക് ഞാനില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കാണുന്നത്, ഞാൻ ആ കരഞ്ഞിട്ട് അവള് കാണാണ്ട് പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയാണ്ടോ. കാരണം അവൾക്ക് കരയത് തീരെ ഇഷ്ടല്ല. കരഞ്ഞാൽ അപ്പ എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വന്നിട്ട്, ഉമ്മച്ചി എന്തിനാ കരയണ്, ഉമ്മച്ചിയുടെ കണ്ണെന്തെന്ന് അറിയണം, ഉമ്മച്ചിയുടെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ, കണ്ണെന്തിനാ അറിയണം ഉമ്മച്ചിയെ ചോദിച്ചിട്ട് എന്നെ അത്രയും എന്താ പറയാ, മാഷാ അല്ലാഹ്. നമ്മളെ മക്കളെ നമുക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മളെ ലൈഫ് എങ്ങനെ ആയിക്കോട്ടെ, നമ്മളത്രയും എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ മക്കളെ നമ്മളെ കൂടെ ഉള്ളതുണ്ടല്ലോ, നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്, ആ മക്കളുള്ളത്. എന്റെ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് എന്റെ ഇല്ല ബേബിനെ പ്രഗ്നന്റ് ആയതിനു ശേഷം എന്നെ സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രഗ്നൻസി ടൈമൊക്കെ ഞാൻ അങ്ങത്രത്തോളം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും. അപ്പോ എന്റെ മോള് ജനിച്ചിട്ടായാലും എന്റെ മോൾക്ക് ഒന്നിനും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. എന്റെ മോൾ ഒന്നുകൊണ്ടൊരു എന്താ പറയുന്ന അത്ര ഇത് ഒരു എന്തെന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇതില്ല എന്റെ മോൾക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്റെ മോൾക്ക്. അപ്പോ അവള് ആ എന്റെ ഫസ്റ്റ് അപ്പൊ പക്ഷെ എന്നിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ ബേബീനെ പ്രഗ്നന്റ് ആയ സമയത്ത് എന്റെ എന്താ പറയാ, എനിക്കിപ്പോ ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നിന്റെ ലൈഫ് എങ്ങനെ പോണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്റെ വീട്ടുകാരല്ല കേട്ടോ, ഞങ്ങളെ എന്താ പറയാ അറിയുന്ന ആൾക്കാരെന്നെ അത്ര അറിയണവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അത് ഞാൻ എന്നിട്ട് ഉമ്മാട് പറഞ്ഞപ്പോ ജീവൻ അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കൊന്നും ചെയ്തിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് ഉമ്മാട് പറഞ്ഞത് ആ ടൈമില്. കാരണം നിന്റെ ലൈഫ് എങ്ങനെ പോണെന്ന് നിനക്ക് നന്നായിട്ട് അറിയണതല്ലേ, എന്തിനാണ് വെറുതെങ്കിലും അതിന് മാത്രം മതിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ലൈഫിൽ എന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്റെ മോളാണ് കേട്ടോ. എന്റെ എല്ല ബേബിയാണ്, എന്റെ എല്ല ബേബി എന്റെ ആദ്യമോ അങ്ങനെ പറഞ്ഞത് എന്റെ മനസ്സിൽ ഇപ്പോഴും വരും. എന്റെ മോള് ഞാനത് കരയുമ്പോഴോ ഞാൻ വിഷമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനത് ആലോചിക്കും, അത് അന്ന് അവരങ്ങനെ പറഞ്ഞില്ലേ. എന്റെ ഒന്നൊന്നല്ല 3-4 പേര് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോളെല്ലാം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്ന്
എന്താ പറയാ, എനിക്ക് ഇന്നെ അത്രയും ഇന്ന് ഇങ്ങനെ നിക്കണുണ്ടെങ്കിലും, ഇന്ന് ചെപ്പു ഇങ്ങനെ നിക്കണുണ്ടെങ്കിലും, ചെപ്പ് എന്തേലുമൊക്കെ ആവാൻ നോക്കണ്ടെങ്കിലും, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും, എൻ്റെ ആ മക്കളും എൻ്റെ ഉമ്മയും അത് അതാണ്. അപ്പൊ മക്കളെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കള് നമ്മളെ വലുതാക്കാൻ അവര് നോക്കുവോ, നമ്മളെ കൂടെ ഉണ്ടാവോ, അതൊന്നല്ല. ചിലപ്പോ അവര് നമ്മളെ കൂടെ ഉണ്ടാവൂല, അവരൊന്നും അവരെ പ്രായക്കാരെ ചിലപ്പോ അവര് പോവും, ഒന്നും നമ്മളെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവര് നമ്മൾ നോക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു ഇതല്ല. ഇപ്പൊ നമ്മുടെ കൂടെ അവരുണ്ടോ, അത് നമുക്ക് ജീവിക്കാനായാലും നമ്മുടെ സന്തോഷത്തിനായാലും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടാണത്. ഞാൻ ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയായിരിക്കും, കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷൻ കടന്നു വന്ന ആളാണ്. ഏറ്റവും വലിയ ഡിപ്രഷനിൽ ഞാൻ കഴിഞ്ഞു വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ മോനോട് കാണിക്കും. പക്ഷെ എൻ്റെ മോനക്ക് അറിയാം ഇച്ചിരി വിഷമം കൊണ്ടാണ്, എല്ലാം എൻ്റെ മോനക്ക് അറിയാട്ടോ. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റാരെക്കാളും മറ്റെല്ലാവർക്കും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയാം. മറ്റെല്ലാവർക്കും സുന്ദരിയാണ്, ഉമ്മച്ചി സുന്ദരിയാണ് കേട്ടോ, സുന്ദരിയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, എന്താ ഞാൻ പറഞ്ഞു, എന്റെ എല്ലാ എന്റെ എല്ലാ വിഷമങ്ങളായിക്കോട്ടെ, എന്റെ എന്ത് കാര്യങ്ങളും, സന്തോഷം വിഷമം, എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ അത്രയും നല്ല, എന്റെ മോന് പറയുമ്പോ 6 വയസ്സായിട്ടുള്ള, പക്ഷെ അവനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും എടുക്ക. ഒരു മിനിറ്റ് മിനിറ്റ് എടുക്ക. അപ്പൊ മറ്റാരെക്കാളും നന്നായിട്ട് എന്റെ ആദമിനാണ് എല്ലാം അറിയണത് കേട്ടോ. അതെല്ലാവർക്കും പറഞ്ഞറിയണതും അങ്ങനൊക്കെ ആയിരിക്കും. പക്ഷെ എന്റെ മോനുണ്ടല്ലോ, എല്ലാം എന്റെ ലൈഫിൽ എന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ ഒരാളാണ് എന്റെ മോനാണ് കേട്ടോ. മോൾക്കൊന്നും പിന്നെ അങ്ങനെ കാണാണ്ടായിട്ടില്ല. മോൾ 1.5 വയസ്സാകുമ്പത്തിന്റെ ലൈഫൊക്കെ ഒറ്റക്കായിട്ടുള്ള ആ ഒരു ഇതായിരുന്നു പിന്നുള്ളതൊക്കെ. അപ്പൊ നമ്മ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവരുള്ളിടത്തോളം നമ്മൾ ഹാപ്പി ആടും. നമ്മൾ ലൈഫ് എത്ര വിഷമം ഉണ്ടെങ്കിലും, ഇപ്പൊ ഞാൻ അത്രയും വിഷമായിട്ട് ഞാൻ അത്രയും അങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഞാൻ കണ്ടില്ല എന്റെ മോൾ എന്നെ വന്നിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ ആരും നമുക്ക് ഉണ്ടാവൊന്നുമില്ല, നമുക്ക് ആകെ ഉണ്ടാവാൻ നമ്മൾ ഉപ്പയമ്മ മാത്രം ഉണ്ടാവുള്ളൂ. വേറെ ഒറ്റ മനുഷ്യന്മാരും നമ്മുടെ ജീവിതത്തിൽ ഇന്നും പെർമനന്റ് അല്ല. പെർമനന്റ് ആയിട്ടുള്ളത് നമ്മൾ ഇത്രയും ജീവനായിട്ട് സ്നേഹിക്കണം നമ്മുടെ മക്കള് പോലും ചിലപ്പോ നാളെ നമ്മൾ തള്ളിപ്പറയും. നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ നാളെ നമ്മളെ മക്കൾ പോലും ചിലപ്പോൾ നമ്മൾ തള്ളിപ്പറയും. ഒരിക്കലും നമ്മളെ മക്കളെയും കണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കരുത്. അവർക്ക് വേണ്ട എല്ലാ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കുക. അവർക്ക് നല്ല രീതിയിൽ നാളെ അവർ ഒരാൾ മുന്നിൽ പോയിട്ടോ എനിക്കൊരു 1000 രൂപ കടം തരും, അല്ലെങ്കിൽ എനിക്കൊരു 10,000 രൂപ കടം തരും എന്ന് നമ്മളെ മക്കൾ ഒരാളോട് പോയി ചോദിക്കരുത്. നമ്മള് പാരന്റ്സ് നമ്മളെ മക്കൾക്ക് അതിന് വേണ്ടിയുള്ളത് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുക അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇത്രയും ധൈര്യത്തിലും ഇത്രയും അധികം കടങ്ങളും ഇത്രയും വലിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഞാനിന്ന് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് എൻ്റെ ഉപ്പ ഉണ്ടാക്കിയിട്ട് തന്ന കാരണമാണ്. ഞാൻ എൻ്റെ ഉപ്പാട് ചോദിച്ചൊരു ചോദ്യം കേട്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. എന്താന്ന് വെച്ചാല്, എൻ്റെ ഉപ്പൊക്കെ മരിക്കണേ കുറച്ചൊക്കെ മുമ്പ് കേട്ടോ. എൻ്റെ ഉപ്പാക്ക് എന്താ പറയാ, അപ്പഴൊന്നല്ല, മരിക്കണൊക്കെ കുറെ മുമ്പ് ഞാൻ ഉപ്പാട് പറഞ്ഞതാണ് ഒരു കാര്യം. എന്തിനാണ് ഈ മക്കൾക്കും വേണ്ടി വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എന്താ കാര്യം? നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് മക്കൾ ഉണ്ടാക്കിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് മരിക്കുക. അല്ലാണ്ട് മരിക്കണവരെ ഉണ്ടാക്കിയിട്ടൊക്കെ ആർക്ക് എന്തിനാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഉപ്പ പറഞ്ഞു, അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അല്ല, അങ്ങനെ ഞാനൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് ഇത്രയും ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഉപ്പ. കാരണം അന്നിൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ആക്കി വെച്ച കാരണം ഇന്ന് എനിക്ക് എന്താ പറയാ, ഒന്നുമില്ലാത്ത രീതിയിൽ അത്രയും സ്നേഹിച്ചിട്ട് ഒരാളെ കല്യാണം കഴിച്ചു. ആ ആള് 2 മക്കളെയും തന്ന് ഒന്നും എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടാണ് പോയി. എല്ലാം ഉണ്ടായിരുന്ന എനിക്ക് ഇതൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് തന്നിട്ട് പോയി. പക്ഷെ എന്താ പറയാ, ഇന്ന് ഞാൻ പിടിച്ചു നിൽക്കണത് എനിക്ക് വല്ല പഠിപ്പോ എനിക്ക് വല്ല ജോലിയോ, നല്ല വലിയ ജോലിയോ വലിയ എഡ്യൂക്കേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ഉപ്പ ഉണ്ടാക്കിത്തന്ന കാരണം കൊണ്ട് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടാല് അവര് നാളെ മറ്റുള്ളവർക്ക് മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുന്നത് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മളെ മക്കള്
നമ്മൾ ജനിപ്പിച്ചതല്ലേ, നമ്മൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവർ നോക്കണം. അവർക്ക് നാളത്തേക്കുള്ളത് നമ്മൾ തന്നെ അവർക്ക് ആക്കിയിടാൻ വേണം. അവർ നോക്കണം നോക്കാത്തൊക്കെ വേറെ കാര്യം. ചിലപ്പോ നോക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്തെ മക്കളാണ്, ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ എനിക്ക് ഇത് പറയാൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാം ബേബിയുടെ ഇതൊക്കെ കണ്ടപ്പോഴും. അത് പിന്നെ ഇപ്പോഴും നല്ല, അത് ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഒന്ന് കരഞ്ഞാ അപ്പൊ തുടങ്ങും എന്നെ സമാധാനം. ഉമ്മച്ചി സുന്ദരിയാ, ഉമ്മച്ചിന്റെ ചക്കര മോളാ, ഉമ്മച്ചിന്റെ ഷൊത്താ. പിന്നെ എനിക്ക് അങ്ങോട്ട് ഫുള്ള് എന്താ പറയാ, എന്നെ അത്രേ സമാധാനിപ്പിക്കും. അപ്പൊ ഇപ്പുറത്തുനിന്ന് ആദമും വരും, ഇപ്പുറത്തുനിന്ന് എന്നെ ഉണ്ടാവും. അതന്നെയാണ് എന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് കേട്ടോ. നമ്മളൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അങ്ങനെ അതാണ് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യന്മാര് നമ്മളെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതാകെ 2 മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ നമ്മളെ ഭൂമിയിൽ. ആരാന്ന് വെച്ചാല് നമ്മുടെ ഉപ്പ, ഒന്ന് നമ്മളെ ഉമ്മ. അവര് നമ്മളെ ഒരിക്കലും അവര് ഒന്നും നമ്മളെന്ന് പ്രതീക്ഷിക്കണില്ല. എന്താ പറയാ, അവര് നമ്മുടെ ഉപ്പയും ഉമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മൾ ഒരു എന്താ പറയാ, അവര് സ്നേഹിക്കുന്നത് പോലും, എന്റെ മക്കള് നാളെ വലുതായാലും അവരെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവര് എനിക്ക് അത് തരും, അല്ലെങ്കിൽ അവര് ഇത് എനിക്ക് തരും. അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് എനിക്കെല്ലാം നാളെ കഷ്ടപ്പെട്ട് എനിക്ക് അത് തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ അവരെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ അത്രയും തിരിച്ച് സ്നേഹിക്കും. അങ്ങനൊന്നും ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഉപ്പയമ്മ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ അത്രയും നല്ല രീതിയിൽ എത്തിക്കുന്നതും. അവര് പോലും ഒന്നും ചെയ്യാണ്ട് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നതും. നമ്മുടെ വിഷമം നമ്മളെക്കാളും കൂടുതൽ എന്താ പറയാ, എല്ലാ കാര്യത്തിലോടുകൂടി നിൽക്കുന്നതും നമ്മുടെ ഭൂമിയിലെ ആകെ ഒരു മനുഷ്യന്മാരുണ്ടെങ്കിൽ അത് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലാണ് നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. എന്താ പറയാ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാരും ടൂർ പോകുമ്പോൾ നേരത്തിന് ഉമ്മാടെ ചോദിക്കാം. ഞങ്ങൾക്കൊക്കെ നേരെ തിരിച്ചാ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉപ്പയുണ്ടായിരുന്നു. എനിക്കിട്ടോ ഇവിടെ എല്ലാരും പറയും ചെപ്പൂനെ എപ്പോഴും കെബീറാന്നുള്ളത്. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും എന്താ പറയാ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. എൻ്റെ ഉപ്പ എന്നൊന്നും അടിച്ചിട്ടൊരു വേദനിപ്പിക്കുക പോലും എന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നോട് എല്ലാവരും പറയാം എൻ്റെ ഉപ്പ എന്നെ അടിക്കാത്തോണ്ടാണ് നീ ഇങ്ങനെ ആയെന്ന് എല്ലാവരും പറയും കേട്ടോ. എൻ്റെ ഉപ്പ എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അടിക്കുന്നെങ്കിൽ ആങ്ങളാരാണ് പിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഉപ്പ എന്നവരെ അടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പ്രേമിച്ചതിന്റെ പേരില് ഞാൻ ലവ് മാരേജ് ആയിരുന്നു, എനിക്ക് അത് ഫെയിലായി. എനിക്ക് കാരണം എൻ്റെ ജീവിതം തന്നെ എല്ലാം മാറ്റിമറിച്ചത് ആ ഒരൊറ്റൊരു ഡിസിഷൻ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെല്ലാം പോയി കിട്ടിയത്. ഇത് എൻ്റെ 2 മക്കളും ഈ ഒരു ജീവനും മാത്രമായി കിട്ടി നിൽക്കണത്. അപ്പോ എല്ലാരും പറയും എന്താ പറയാ, സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തല്ലേ അനുഭവിച്ചോന്ന് എല്ലാ കുടുംബത്തിലുള്ളവരും എല്ലാരും പറയണ വാക്കാന്ന് പറയും. എന്നോട് ഇപ്പൊ എല്ലാരും പറയാറുണ്ട് എന്താ പറയാ, നീ ആയിട്ട് തെരഞ്ഞെടുത്താലും നിനക്കൊന്നും വീട്ടിൽ പറയാനും പറ്റൂല അങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഇരുന്നില്ല. എനിക്ക് എന്തോ എന്റെ വീട്ടിൽ വന്ന് പറയായിരുന്നു. അതെന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്കൊന്ന് വേദനിച്ചാലോ, എനിക്കൊന്ന് എന്താ പറയാ, എന്നിടയിലും എനിക്ക് എൻ്റെ ഉപ്പാടെ ഒന്ന് പറയായിരുന്നു. ഉപ്പാട് പറയേണ്ട ആവശ്യമില്ല, ഒന്ന് വന്ന് കയറിക്കാൻ എൻ്റെ ഉപ്പൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവട്ടെ എൻ്റെ ഉപ്പാക്ക്. എന്താ പറയാ, ഒന്ന് വിശന്നാ പോലും എൻ്റെ ഉപ്പാക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ ഉപ്പ അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ മറ്റുള്ള എല്ലാവരും പറയുമായിരുന്നു, നീ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തില്ല, നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പറയാൻ പറ്റില്ല, നീ ആയിട്ട് തിരഞ്ഞെടുത്തില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒക്കെ പറയും. പക്ഷെ എൻ്റെ ഉപ്പ ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് എൻ്റെ വീട്ടിൽ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും എന്താ പറയാ, ഞാൻ ഒന്ന് കരഞ്ഞ എല്ലാത്തിനും അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായാലും ജീവിക്കാനായാലും എല്ലാത്തിനുള്ള ധൈര്യമായാലും എല്ലാം നമുക്ക് പിന്നെ താനേ നമുക്ക് വരും. കാരണം നമ്മളെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ താനേ പഠിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം താനെ പഠിക്കുന്നതിനെല്ലാം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനായാലും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പൊ എന്റെ പോലൊരു മോളാണ് എന്നെയല്ല ബേബി. അപ്പൊ എനിക്ക് എൻ്റെ ഉപ്പയാണ് എല്ലാത്തിനും ഉണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാവിയിൽ ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എല്ലാത്തിനും എൻ്റെ ഉപ്പ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്ന കാരണം. ചിന്ന മോൾക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ കിട്ടും. മോൻക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ജനിപ്പിച്ചോണ്ട് മാത്രം നന്നാവില്ലല്ലോ. ആ മക്കൾക്ക് എന്താ പറയാ,
പിന്നീട് അങ്ങോട്ട് ജീവിക്കാനായാലും അവർ പിന്നെ ഡ്രസ്സ് ഇടുന്നുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോ, കുളിക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, വയ്യായ ഉണ്ടോ, എന്തേലൊക്കെ അറിയാനും ഈ വാപ്പ തന്നെ ഒന്ന് അറിയുന്നതൊക്കെ വേണ്ടേ. എനിക്ക് നല്ല പഠിപ്പില്ല, ജോലിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളുടെ കാര്യം നോക്കേണ്ടത് തന്നെയല്ലേ. അപ്പം എനിക്കായിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, എൻ്റെ മോളുടെ കാര്യത്തിലും എൻ്റെ മോൻ്റെ കാര്യത്തിലും. എവർക്കും എന്തായാലും എന്തുണ്ടാവാന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ, നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ലൈക്ക് എനിക്ക് എൻ്റെ ഉപ്പ എങ്ങനെയിരുന്ന് അതുപോലെ എൻ്റെ മക്കൾക്ക് ഞാനുണ്ട്. അതന്നെ, അവർക്ക് ഞാനുണ്ട്. അവർക്കൊരു ഇതില്ലാണ്ട് ഇപ്പം ഞാൻ അവരെല്ലാ കാര്യങ്ങൾക്കും അവരെ എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റണ പോലെയല്ല ഞാൻ അവരെല്ലാം ഹാപ്പിനെസ് ആയാലും അവർക്ക് നാളത്തേക്കുള്ളതായാലും ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ കൈവിടില്ല. അവർക്ക് എന്നും അവർ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മദറായിട്ട് ഞാൻ അവരുടെ കൂടെ എന്നും ഉണ്ടാവും.